ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വേദഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. ഏകാന്തരായി യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയിലുടനീളം ഒരദൃശ്യനുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വീണു പോകുമ്പോൾ താങ്ങാനും, താണു പോകുമ്പോൾ ഉയർത്താനും, ക്ഷീണിച്ചു പോകുമ്പോൾ ആശ്വസിപ്പിക്കുവാനും, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ വേദനകൾ ഒന്ന് കേൾക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഒക്കെ നമ്മോട് കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷവും എത്ര സമാധാനവുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നാം അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ പലപ്പോഴും പലരിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കുക വളരെ തുലവും കുറവാണ്. നമ്മുടെ ആവശ്യ സമയത്ത് ബലം ക്ഷയിക്കുമ്പോൾ നമ്മോട് കൂടെ ഇരിപ്പാൻ പലരും കാണുകയില്ല. ആരോഗ്യമുള്ള സമയങ്ങളിൽ നമ്മോട് സംസാരിപ്പാനും നമ്മെ ഇഷ്ടപ്പെടുവാനും നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും പങ്കിട്ടെടുക്കുവാനും ധാരാളം ആളുകൾ കാണും. എന്നാൽ ക്ഷീണിച്ചിരിക്കുമ്പോൾ, ഏകാന്തത അനുഭവിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, രോഗിയായി തീരുമ്പോൾ പലപ്പോഴും പലരും നമ്മെ ഉപേക്ഷിക്കുന്ന അവസ്ഥകളാണ് കണ്ടുവരുന്നത്. സകലരും ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തോട് പറ്റിയിരിക്കെ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുവാൻ കഴിയാത്ത പല കാര്യങ്ങളും ദൈവത്തോട് ചേർന്ന് ചെയ്യുവാൻ നാം ശ്രമിച്ചാൽ അത് ദൈവത്താൽ നമുക്ക് സാധ്യമാകും. സങ്കീർത്തനക്കാരൻ പറയുന്നതാണ്: ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒരു സൈന്യം എൻ്റെ നേരെ വന്നാലും എനിക്ക് പേടിയില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ വരുന്ന വലുതും ചെറുതുമായ സകല വിഷയങ്ങളെയും ജയിക്കുവാൻ, പിടിച്ചടക്കുവാൻ നമുക്ക് സാധിക്കും. എത്ര പ്രതികൂലം വരട്ടെ, എത്ര പ്രശ്നം വരട്ടെ, അതിന്റെ നടുവിലൊക്കെയും ധൈര്യത്തോടെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. സങ്കീർത്തനക്കാരുടെ ഭാഷയിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിന്നാൽ ഞാൻ പട്ടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വലിയൊരു കോട്ടമതിൽ ചാടിക്കടക്കുക എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടേറിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് യുദ്ധസന്നാഹവുമായി നിൽക്കുന്നവരുമായിട്ട് എതിരിടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എങ്കിൽ പോലും ദൈവത്താൽ സകലതും നമുക്ക് സാധ്യമാകും. ഈ പ്രഭാതത്തിൽ ദൈവത്തോട് ചേർന്ന് നടന്ന് സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ സർവ്വഹൃദയത്തിന്റെ രഹസ്യങ്ങളെയും ഭാരങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് ചേർന്ന് നടക്കാം. ദൈവം നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നു, നമ്മുടെ ഭാരങ്ങളെ അറിയുന്നു, നമ്മുടെ വിഷയങ്ങളെ അറിയുന്നു. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. മറാനാഥ.